കോളിഫ്ലവർ എങ്ങനെ കറി വെച്ചാലും ഇഷ്ടമല്ലാത്തവരാണോ നിങ്ങൾ? ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നേ. എനിക്ക് കോളിഫ്ലവർ എങ്ങനെ കറി വെച്ചാലും അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഭയങ്കര സിമ്പിളാണ്. ആദ്യം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം സവാള ഇട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക് ഇത്രയും ചേർത്ത് അതും ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഈ കോളിഫ്ലവർ അത് തണ്ടും എല്ലാം ചേർക്കാം. അതിൻ്റെ ഫുൾ നമുക്ക് ചേർക്കാൻ പറ്റും. ഒന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അതും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് രണ്ടാം പാല് ചേർക്കും. തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ട് അതിനകത്ത് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് ഒന്നാം പാലും ചേർത്ത് പിന്നെ മെയിൻ സംഭവം ഇതിനകത്തേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെയും പൂരിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കുക്കറിൽ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുക്കറിലെല്ലാം കടുക് വറുത്തൊന്ന് വഴറ്റിയിട്ട് രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഒറ്റ വിസിൽ വെച്ചാൽ മതി. അത് ഇതിലും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.